JDS അധ്യക്ഷൻ HD കുമാരസ്വാമി മാണ്ഡ്യ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതോടെ ചന്നപട്ടണ നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിന് വഴിയൊരുങ്ങിയിരിക്കുകയാണ്. KPCC അധ്യക്ഷൻ DK ശിവകുമാർ മത്സരിക്കാനെത്തിയേക്കുമെന്ന അഭ്യൂഹത്തോടെ ഇതിനോടകം തന്നെ ഉപതെരഞ്ഞെടുപ്പ് വാർത്തകളിൽ ഇടം പിടിച്ചു കഴിഞ്ഞു. ഉപതെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും സ്ഥാനാർത്ഥി ചർച്ചകൾ ഇരുപക്ഷത്തും സജീവമാണ്. NDA സഖ്യത്തിൽ JDSന് സീറ്റ് ഉറപ്പായിരുന്നെങ്കിലും സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി BJPയുമായി തർക്കം ഉടലെടുത്തുവന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് അവകാശവാദവുമായി BJP MLC CP യോഗേശ്വര കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. താനായിരിക്കും സഖ്യ സ്ഥാനാർത്ഥിയെന്ന യോഗീശ്വരന്റെ അവകാശവാദമാണ് മുന്നണിയിൽ തർക്കമെന്ന സൂചനയിലേക്ക് എത്തി നിൽക്കുന്നത്. ചന്നപട്ടണയിൽ നിന്ന് 5 തവണ MLA ആയിട്ടുള്ള വ്യക്തിയാണ് യോഗേശ്വര. എന്നാൽ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും കുമാരസ്വാമിയോട് പരാജയപ്പെട്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കുമാരസ്വാമി വിജയിച്ചതോടെ തന്റെ പഴയ മണ്ഡലം സ്വന്തമാക്കാനുള്ള നീക്കം യോഗേശ്വര ശക്തമാക്കുകയായിരുന്നു. ചന്നപട്ടണയിലെ തന്റെ സ്ഥാനാർത്ഥിത്വത്തെ പിന്തുണയ്ക്കാൻ കുമാരസ്വാമിയെ സമീപിച്ചിരുന്നുവെന്ന് കഴിഞ്ഞയാഴ്ച യോഗേശ്വര മാധ്യമപ്രവർത്തകരോട് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. തിങ്കളാഴ്ച മുതൽ ഇരു പാർട്ടികളിലെയും നേതാക്കളെ കണ്ട് തെരഞ്ഞെടുപ്പ് നടപടികൾ ആരംഭിക്കും. ബൂത്ത് തിരിച്ചുള്ള ഒരു പ്രോഗ്രാമും ചാർട്ട് ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. 2020 ജൂലൈയിലാണ് MLC ആയി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടത്. ഉപതെരഞ്ഞെടുപ്പിൽ സീറ്റ് പിടിച്ചെടുക്കാൻ KPCC അധ്യക്ഷനും ഉപമുഖ്യമന്ത്രിയുമായ DK ശിവകുമാർ കഠിന ശ്രമം നടത്തുന്നതിനിടെയാണ് NDAയിൽ തർക്കം ഉടലെടുത്തിരിക്കുന്നത്. എന്നാൽ കോൺഗ്രസ് ഇതിനകം തന്നെ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞ മട്ടാണ്. പാർട്ടിയുടെ വിജയം ഉറപ്പിക്കുന്നതിനായി കഴിഞ്ഞ 2 ആഴ്ചക്കിടെ ശിവകുമാർ പലതവണ മണ്ഡലം സന്ദർശിച്ചു. നിലവിൽ BJPയും JDSും തമ്മിൽ സീറ്റ് തർക്കം ഉടലെടുത്ത സാഹചര്യത്തിൽ കോൺഗ്രസിന് വിജയം ഉറപ്പായിരിക്കുകയാണ്.